അതായത് വിറ്റ അറബി അടിമയാണെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടി. അതിനാ കേസ് കൊടുത്തത്. അറബിക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ കൊണ്ടുപോയ ഏജന്റ് മലയാളിയാണോ? മലയാളിയാണ്. എന്തുകൊണ്ട് അവരോട് പ്രതികരിച്ചില്ല ശ്രീലക്ഷ്മി? പ്രതികരിച്ചില്ല ഞാൻ. കാരണം ഞാൻ അനുഭവിക്കേണ്ടതെല്ലാം ഞാൻ അനുഭവിച്ചു. ആദ്യം അവരെ വിശ്വസിച്ചു, രണ്ടാമതും അവരെ വിശ്വസിച്ചിട്ട് ഇവര് രണ്ടാമത് എന്നോട് ഇതുപോലെ അറബി പാസ്പോർട്ട് തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ അടുത്ത് തന്നെ പിന്നെയും പോവുക ചെയ്തത്, ഇവരെ വിശ്വസിച്ചിട്ട്. അപ്പൊ ഇവരെനിക്കൊരു ചായയും ഒരു ഉഴുന്നുവടയൊക്കെ വാങ്ങി ഒരു കടയിൽ നിന്ന് വാങ്ങി തന്നിട്ട് ഇനി പോവല്ലേന്ന് പറഞ്ഞു. വെളിയിൽ ഇറങ്ങുമ്പോൾ ചുറ്റും പോലീസുകാരാണ്. പോലീസ് അങ്ങ് വളഞ്ഞു. അപ്പൊ ഇവരെന്നോട് ചോദ്യം ചോദിച്ചു, പോവല്ലേന്ന്, അവരുടെ കൂടെ പോവല്ലേന്ന്. അപ്പോഴും ഞാൻ അവരെ വിശ്വസിക്കുക ചെയ്തത്. ആ വിശ്വാസത്തിനൊരു വിലയില്ലാത്ത ഒരു ചതിയായിപ്പോയി. അവരുടെ ജയിലിലേക്ക് പോവായിരുന്നു. പോലീസുകാർ നേരെ ജയിലിലേക്ക്. പറയാൻ ഭാഷ അറിയത്തില്ല, ഒന്നും അറിയില്ല, സംസാരിക്കാൻ അറിയത്തില്ല. ആ ജയിലിൽ കിടന്നപ്പം കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരുപാട്. ഫസ്റ്റ് ഇവര് കൊണ്ടുപോകുന്ന ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് ഒരു ജയിലിനകത്ത് ഇടുക ചെയ്ത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു സമയമായപ്പോ ഇവര് 2 പോലീസുകാർ വന്നിട്ട് വേറൊരു ജയിലിലേക്ക് കൊണ്ടുപോയി. അതും മരുഭൂമി കൂടി ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോഴും എന്റെ ചിന്ത കൊല്ലാൻ കൊണ്ടുപോവാണ്, ഇനി കൊല്ലുമായിരിക്കും. മരണമാണ് എന്റെ മുന്നിൽ, മരണമാണ്. ഞാൻ കേട്ട കഥകളെല്ലാം അങ്ങനെയാണ്. മരണമാണ് എന്റെ മുന്നില്, ഇനി എന്താണെന്ന് അറിയില്ല. അവിടുന്ന് ഇവര് നേരെ വേറൊരു ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കുറച്ച് ആൾക്കാര് അകത്ത് എന്നെ കയറ്റിയപ്പോ അവിടെ കുറച്ച് ആൾക്കാര് കിടക്കുന്നുണ്ട്, കുറച്ച് ലേഡീസ്, പല സ്ഥലത്തുള്ളവരാ. മലയാളികളൊന്നുമില്ല, ഞാൻ മാത്രം അതിനകത്ത് മലയാളി. അപ്പൊ എനിക്ക് ഇവരോടും സംസാരിച്ച് എന്തുവാന്ന് ചോദിക്കാറില്ല. അവിടെ കിടക്കുന്നവർക്കും അറിയില്ല ഇനി എന്താ സംഭവിക്കുന്നതെന്ന്, അവർക്കും അറിയില്ല. എല്ലാവരും കരച്ചിലും, കുടുംബത്തെ കുറിച്ച് അറിയാൻ പറ്റില്ല, വെളി ലോകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇരുട്ടിനകത്ത് ഇങ്ങനെ കിടക്കുക. ഞാൻ അവിടെ കരഞ്ഞ് കുറേ ദിവസങ്ങൾ കടന്നു. അപ്പൊ ഒരു ദിവസം പേര് വിളിച്ചിങ്ങനെ ഓരോ ദിവസവും പേര് വിളിച്ച് 2-3 പേരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിന്ത അപ്പോഴും കൊല്ലാൻ കൊണ്ടുപോകുക, പേര് വിളിച്ച് കൊണ്ടുപോയി കൊല്ലുക. ഈ കിടക്കുന്നവരെല്ലാം കുറ്റവാളികളാണല്ലോ, കൊല്ലാൻ കൊണ്ടുപോവുക. എന്റെയും പേര് വിളിച്ചൊരു ദിവസം. അങ്ങനെ മരണത്തിലേക്കുള്ള പോക്ക്. അങ്ങനെ പോവുകയാണ് ഞാൻ. വീണ്ടും അവര് ഒരു ജയിലിലേക്ക് കൊണ്ട്. അവിടെ വലിയ ജയിലാ, ഈ കിടന്നിടത്തെ പോലെയൊന്നും അല്ല. പല സ്ഥലത്തുള്ള പല ആൾക്കാർ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാരണം അറബികളെ പിടിച്ച് ജയിലിൽ ഇട്ടേക്കുന്നതാണ്. ഉണ്ട്. ഒരു തെറ്റും ചെയ്യാതെ കിടക്കുന്നവരുണ്ട്. എയർപോർട്ടിൽ നിന്നൊക്കെ പാസ്പോർട്ടിനകത്തിലെ ചെറിയ പേരിന്റെ ഒക്കെ വ്യത്യാസത്തിലൊക്കെ വന്ന് കിടക്കുന്നവരുണ്ട്, പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി, ഈ കുവൈറ്റ് പോലുള്ള സ്ഥലത്ത് മലയാളികളുണ്ട് തീർച്ചയായിട്ടും. അതിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്. ഇവരാരും ശ്രീലക്ഷ്മിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ലേ? ഉണ്ട്. എനിക്ക് ആ സമയത്ത് എൻ്റെ ഒരു ബന്ധു, ഒരു ചേച്ചി പറഞ്ഞു, ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, നീ ഫോൺ കിട്ടുവാണെങ്കിൽ അതൊന്ന് എടുത്തിട്ട് അതിനകത്ത് നിന്റെ കാര്യങ്ങൾ പറയുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺ വോയിസ് കരഞ്ഞുകൊണ്ട് ഓൺ വോയിസ് ഇട്ടു. ആ കരച്ചിലാണ് ഇപ്പൊ ട്രോളുകളായി മാറിയേക്കുന്നത്. അന്ന് കരഞ്ഞ ശ്രീകുട്ടി ഇന്നിപ്പോ ഇങ്ങനെ നിൽക്കുന്നു, ചിരിക്കുന്നു. അതാണ് പ്രശ്നം. ജീവിതകാലം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കണം. അതെ, കരയണം. അപ്പൊ അന്ന് അങ്ങനെ കരഞ്ഞ് വീഡിയോ ഇട്ടു. അപ്പൊ എല്ലാ പ്രവാസികളും എനിക്ക് സപ്പോർട്ടായിട്ട് വന്നു. അങ്ങനെയാണ് അച്ചായൻ കുവൈറ്റ് എന്ന് പറഞ്ഞ ഒരാളും ഷൈൻ കുവൈറ്റ് എന്ന് പറഞ്ഞൊരു ചേട്ടനും കൂടെ എനിക്ക് മെസ്സേജ് അയച്ചു. എന്നോട് അവരും പറഞ്ഞിരുന്നു, നിനക്ക് എങ്ങനെയും എംബസി പോകാൻ പറ്റിയെങ്കിൽ രക്ഷപ്പെടാം, നിനക്ക് നാട്ടിലെത്താം, എങ്ങനെയും നീ എംബസിയിൽ എത്തിപ്പെട്ട നിന്നെ നാട്ടിൽ കയറ്റി വിടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ടിക്ടോക്കിൽ നിന്ന് 2 ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ച് കൂട്ടായി. അങ്ങനെ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ ഒരവസരം കിട്ടി. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അന്ന് ഫോണൊന്നും നമുക്ക് ഇവർ തരില്ല. ഫോൺ എനിക്ക് ക്ലീൻ ചെയ്തു പോയ സമയത്ത് ടേബിളിനകത്ത് വെച്ചിട്ട് ഫോൺ കിട്ടി. ഞാനതെടുത്ത് പാത്ത് വെച്ചു. എന്നിട്ട് നെറ്റ് ഇവരുടെ റൂമിൽ ഇവർ ഇടയ്ക്കൊന്ന് കണക്ട് ചെയ്ത് തരത്തുള്ളൂ. വൈഫൈ നമുക്ക് വീട്ടിലൊന്ന് വിളിക്കാൻ വല്ലപ്പോഴും ഒന്ന് കണക്ട് ചെയ്ത് തരും, അത്രയേ ഉള്ളൂ. വേറെ ആരെയും വിളിക്കാനും പറ്റത്തില്ല. എന്നെ കൊണ്ടുപോയവർ ഒരു കോണ്ടാക്റ്റും ഇല്ല, അവർ വിട്ട് കളഞ്ഞു എന്നെ. കാരണം എനിക്ക് അവരോടെ പറയാൻ പറ്റുള്ളൂ, എന്നെ രക്ഷിക്കണം, എനിക്കിനി പറ്റില്ല എന്ന്. പക്ഷെ അവരുമായിട്ട് എനിക്ക് ഒരു കോണ്ടാക്റ്റും ചെയ്യാൻ പറ്റാത്ത രീതി. ഇനി അവർ പറഞ്ഞിട്ടുണ്ടാവും കോണ്ടാക്ട് ചെയ്ത് കൊടുക്കണ്ടെന്ന്. അങ്ങനെയാണോന്നും എനിക്കറിയില്ല. ഫോൺ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഫോണൊന്നും കിട്ടിയില്ല. അങ്ങനെ അന്ന് എനിക്ക് ക്ലീൻ ചെയ്ത് പോയപ്പോൾ എൻ്റെ ഫോൺ എന്തോ ദൈവഭാഗ്യത്തിന് കിട്ടി. ആ ഫോൺ എടുത്ത് ഞാൻ എനിക്ക് മനസ്സ് പറഞ്ഞു എടുത്തു വെക്കുക. എനിക്ക് എങ്ങനെയും ഒന്ന് വീട്ടിൽ വിളിക്കണം, എനിക്ക് എത്രയേ ഉള്ളൂ, എങ്ങനെയും ഒന്ന് വീട്ടിൽ വിളിക്കണം. ആ വീട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ മരിക്കാന്ന് ചിന്തിച്ചു. കാരണം അത്രയ്ക്ക് വിശപ്പ്
വിശപ്പ് സഹിച്ച ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്ന തന്നെ വിശപ്പകറ്റാണ്. തീർച്ചയായിട്ടും. ആ വിശപ്പ് ഒരു നേരം ഫുള്ള് സമയം വെള്ളം കുടിച്ച് കിടക്കുന്ന ഒരവസ്ഥ. ഈ കുഞ്ഞിനെ കാണാതെ എങ്ങനെയായിരുന്നു? കുഞ്ഞന്ന് പൊടിയാണ്, ചെറുതാ. കുഞ്ഞിനെ നിന്നു, വേറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രതീക്ഷ, ഒരുപാട് പ്രതീക്ഷയോട് പോയതാ. കുഞ്ഞിനെ വിളിക്കാം, നല്ല കാശുണ്ടാക്കി നല്ലപോലെ വളർത്താം, അമ്മ അച്ഛനെ നോക്കാം, എല്ലാം ഒരു പ്രതീക്ഷയിൽ പോയതാ. പക്ഷെ എല്ലാം വിപരീതമായിട്ടാണ് നടന്നത്. ശ്രീലക്ഷ്മി ജീവിതത്തിൽ എന്തൊരു അവസ്ഥ വന്നാലും താങ്ങായിട്ട് അമ്മയെങ്കിലും കൂടെ കാണത്തില്ലേ? താങ്ങായിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള അമ്മയല്ല എൻ്റെ അമ്മ. അമ്മയ്ക്ക് താങ്ങായിട്ട് ഒരാളെപ്പോഴും വേണം. അമ്മ ജന്മന ഒരു ചെറിയൊരു വൈകല്യമുള്ള ആളാണ്. പിന്നെ ഒരു മെൻ്റൽ പേഷ്യൻ്റ് കൂടാണ്. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ അച്ഛനാണ് നോക്കുന്നത്. അമ്മ ഒരാൾ ഹെൽപ്പ് ചെയ്തെപ്പോഴും വേണം. അപ്പം അങ്ങനെയുള്ള അമ്മ എന്നെ എങ്ങനെ നിനക്ക് സുഖമാണോ മോളേന്ന് പോലും ചോദിക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയില്ല. ഞാൻ എപ്പോഴും ഓർക്കും, എല്ലാവർക്കും അമ്മയെങ്കിലും വിളിച്ച് ചോദിക്കും നിനക്ക് സുഖമാണോ എന്ന്. എനിക്ക് ദൈവം അതുപോലും തന്നിട്ടില്ല എന്നിങ്ങനെ ആലോചിക്കും. പിന്നെ കൂടപ്പിറപ്പുകളില്ല, ഞാൻ ഒറ്റ മോളാ. അപ്പം അങ്ങനെ എനിക്ക് ഒരാളോട് പോയിട്ട് എൻ്റെ സങ്കടം പറയാനില്ല. ആരുടെ അടുത്തുനിന്ന് ഒരു സപ്പോർട്ടിന് എനിക്ക് ആരുമില്ല. ഇന്ന് ഈ കാണുന്ന മലയാളി പ്രേക്ഷകരുണ്ട് കേട്ടോ, ഒന്നടങ്കം. ഇനി കരയില്ല, കാരണം ജീവിതത്തിൽ അത്രമേൽ തീർച്ചയായിട്ടും മനസ്സിലാവും. ആ കണ്ണീരെന്ന് പറയുന്നത് അത്ര അനുഭവിച്ചു. ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന് ആഹാരം കഴിക്കാനാണ്, അതുപോലും ഇല്ലാത്ത അവസ്ഥയിൽ. അപ്പോഴും ഞാൻ ചോദിക്കുന്നു ശ്രീലക്ഷ്മി, ഇന്ന് ചതിച്ച ആ തെമ്മാടികള് ഇന്ന് ഈ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ ഈ നിമിഷം എന്തോ പറയാനുള്ളത്? ആരോടും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അന്ന് അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ഇന്നും ജയിലിൽ കിടന്നവളെന്ന് ആ പേര് കേട്ട് ജീവിക്കുന്നവളാണ് ഞാൻ. ഇനി ഒരു പെൺകുട്ടിയുടെയും ജീവിതം വെച്ച് ഇങ്ങനെ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഒരാളെയും ചതിക്കാതിരിക്കുക, വിശ്വസിക്കുന്നവരെ ചതിക്കരുത്, അത്രേ ഉള്ളൂ. 22-ാം വയസ്സില് ഇത്രയൊക്കെ അനുഭവിച്ചു അവിടുന്ന് തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ ഒരു വിൽ പവർ സംഭവിക്കണം കേട്ടോ. അതിലൊന്നും നമുക്ക് പറയാനില്ല. നാട്ടിൽ ഞാൻ വന്നിട്ട് എനിക്ക് UAE കുറെ ആൾക്കാർ ഓഫർ ചെയ്തു. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ തുല്യമായ അമ്മ, അങ്ങനെയാണെങ്കിലും എനിക്ക് അമ്മയെ പോലെ തുല്യമായ ഒരാളുണ്ട്, പ്രിയ എന്നാ പേര്. ചേച്ചി എന്നെ UAE കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുപോയി. UAE കൊണ്ടുപോയി സ്വന്തം മോളെ പോലെ അവരുടെ മക്കളുടെ കൂട്ടത്തിൽ എന്നെ നിർത്തി ഒരാഴ്ച അവിടെ നിർത്തി UAE മൊത്തം കാണിച്ചു തന്നു. എന്നിട്ട് ചേച്ചി ശരിക്കും എഫേർട്ട് എടുത്തിട്ട് എനിക്ക് കുറെ ആൾക്കാർ എനിക്ക് ജോലി തന്നു. ജോലിയുടെ ഇത് കോള് വന്നു, അങ്ങനെ ഞാൻ ജോലി ചെയ്തു. അപ്പൊ സീറോയിന്ന് ഹീറോ ആയി എന്ന് എല്ലാരും പറഞ്ഞു വന്നു ശ്രീകുട്ടി. എന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നതിലും അതിന് ഒന്നാമത്തെ ആള് പ്രിയ. പ്രിയക്ക് ഒരു കൈയ്യടി നമ്മൾ കൊടുക്കണം കേട്ടോ. താങ്ക് യു പ്രിയ, താങ്ക് യു സോ മച്ച്.